ഹായ് ഓൾ, ജയ്മെയിൻ 2026 ഫസ്റ്റ് ഫേസിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് തന്നെ അവോയ്ഡ് യുവർ സോഷ്യൽ മീഡിയകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാറിന് വട്ടായോ, സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ടാണല്ലോ സാറ് പറയുന്നത്. സി ഗൈസ്, ഞാൻ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ റീൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് അല്ലെ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, ഫോട്ടോ ഇടുക, റീൽ ഇടുക അല്ലെ, ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ, അതൊക്കെ തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സർപ്രൈസ് തരാൻ വേണ്ടി പോകുന്നുണ്ട്. 2026 ജെയിമിന് അനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബിൻ്റെ ചില സർപ്രൈസുകൾ തരാം. അത് നിങ്ങൾക്ക് കാണാം, സോഷ്യൽ മീഡിയയിൽ കാണാം. അല്ലാതെ മറ്റു കാര്യങ്ങളാണ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. അതായത് പുതിയ ഫോട്ടോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തെന്ന് വരിക. നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ആരെങ്കിലും ലൈക്ക് അടിച്ചോ, എത്ര പേര് ഷെയർ ചെയ്തു, ആരുടെയൊക്കെ കമൻറ്റ് അതിലുണ്ട് എന്നൊക്കെ നോക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ പൊതുവേ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്. റീലിൻ്റെ മുകളിൽ ഇരിക്കാതിരിക്കുക, വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി റീല് കാണാതിരിക്കും. അതിങ്ങനെ പോയി 1 മിനിറ്റ് ഇരിക്കുകയാണെന്ന് വിചാരിച്ച് അത് പോയപ്പോഴത്തേക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അതിങ്ങനെ അതിൻ്റെ അലഗോരിതം അങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞ അവോയ്ഡ് യുവർ സോഷ്യൽ മീഡിയ, അതൊക്കെ അല്ലേ, റെഡി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകണമെങ്കിൽ പുതിയ സാധനങ്ങൾ ഇപ്പോൾ പഠിക്കണം. ഇപ്പോൾ ഓൾറെഡി പഠിച്ച സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് തറവാക്കി വെക്കാം. അല്ലാതെ കണ്ട് പുതിയ സംഗതികൾ ഇപ്പോഴെന്ത് ചെയ്യാൻ പോകണ്ട, പഠിക്കാൻ വേണ്ടി പോകണ്ട. കൂടുതൽ PYQ സാധനങ്ങൾ ചെയ്യേണ്ടത്. വെറുതെ കണ്ടമാനം പല ഗൈഡുകളിലെ പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യേണ്ട, PYQs മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അതായത് തൽക്കാലം ഫ്രണ്ട്സുമായിട്ടുള്ള കോൺടാക്റ്റുകൾ തൽക്കാലം എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതറിയാം? നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ പറഞ്ഞത്, എടാ ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അത് പഠിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അഥവാ പഠിച്ചിട്ട് നിങ്ങൾ ആകെ ടെൻഷൻ കൂടും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിക്കാൻ വേണ്ടി പോകും. ചിലപ്പോൾ നിങ്ങളുടെ ട്രാക്ക് എന്താവും, അങ്ങോട്ട് ഒഴിവായി പോകും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഫ്രണ്ടുകളുടെ ഡിസ്കഷൻ ഒഴിവാക്കുക, അതിന് കോൺടാക്റ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് എക്സാമിനും കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾ വെറുതെ വിളിച്ച് സംസാരിച്ച് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ. അത് മാത്രമല്ല, ചിലപ്പോൾ പോലും പറയുന്നുണ്ടാവും, നീ ഇപ്പം എന്താ പഠിച്ച, ഞാനിപ്പോൾ ഇന്ന ബുക്ക് ചെയ്യാണ്, ഇന്ന പബ്ലിഷേഴ്സിൻ്റെ ഇന്ന ബുക്ക് ചെയ്യാണ്. ഞാൻ ആകെ ടെൻഷനായി, അയ്യോ എൻ്റെ അടുത്ത് ആ ബുക്കില്ലല്ലോ, അപ്പോൾ അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കും. അതൊന്നും നിങ്ങൾ എൻ്റെ വെറുതെ ചിലപ്പോൾ അത് ഓർഡർ ചെയ്ത് വരുത്തിക്കോ, അല്ലെങ്കിൽ അച്ഛനോട് നിർബന്ധിച്ച് വരുത്തിക്കൊക്കെ ചെയ്യാമെന്ന് വേണ്ട. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച സാധനം മാത്രം എന്ത് ചെയ്യുക, സർവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഫ്രണ്ടിനോടൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഫ്രണ്ട്സുകളുടെ എന്തുണ്ടാവും, മറ്റേ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തൽക്കാലം അതിനെ എക്സിറ്റ് അടിക്കുക. കാരണം ആരെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻ തുടങ്ങി വെക്കും, നമ്മൾ ആ ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അതെന്തായി എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. തൽക്കാലം എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. അത് അവോയ്ഡ് സോഷ്യൽ മീഡിയയിൽ അതൊക്കെ എന്തായി പെട്ടു. ഓക്കെ, ഇനി അതാണ് പറയാനുള്ളത്. പിന്നെ അടുത്തത് ഫുഡിൻ്റെ എല്ലാം കാര്യമാണ്. ഫുഡ് ഇപ്പം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാം, വെറുതെ ഹെവി ഫുഡൊന്നും കഴിക്കരുത്. കാരണം ഉച്ചക്കെല്ലാം നല്ല അടിപൊളി മന്തിയിൽ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഉച്ചക്ക് കിടന്ന് ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് പറ്റൂല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പകൽ ഉറങ്ങാനേ പറ്റൂല. നമ്മൾ സ്ലീപ്പ് സൈക്കിൾ രാത്രിത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. കാരണം പകലാണ് ജെയുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ ജെയുടെ സമയത്തും അതേ സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരും. അതായത് ബ്രെയിൻ എന്താവും, ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും, ഡൗൺ ആവും ഒരേ സമയത്ത് ഇങ്ങനെ ഉറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ. ആ പകൽ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, ഉറങ്ങാതിരിക്കുക എന്നുള്ളത് പ്രത്യേകതരം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ രാവിലെ 9 മുതൽ 12 മണി വരെയും വൈകുന്നേരം 3 to 6 വരെ മുതലും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. തിയറിയൊന്നും പഠിക്കാതെ കണ്ടിന്യൂസ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എന്താ സാറേ ആ 2 സമയത്തിൻ്റെ പ്രത്യേകത? ആ 2 സമയത്തിൻ്റെ പ്രത്യേകത, ആ സമയത്താണ് ജെയ് നടക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ആ സമയത്ത് പ്രോബ്ലം ചെയ്ത സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് അതേ സമയത്ത് ഇങ്ങനെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ആകും. ആ സമയത്ത് നല്ല ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പോൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ആ ഒരു ഗുണമുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് പിന്നെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വേറെ ഫുഡൊന്നും കഴിക്കരുത്. ആ സമയത്ത് ഫുഡ് കഴിക്കുക, അതിനെ ശീലിക്കുക. അതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രാവിലെയാണ് ഷിഫ്റ്റ് എങ്കിൽ ചിലപ്പോൾ നമുക്ക് 7 മണിക്കൊക്കെ ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തന്നെ ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ദിവസം അങ്ങനെ തന്നെ ശീലിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഉച്ചക്കാണെങ്കിലും അങ്ങനെ. അപ്പോൾ ഉച്ചക്ക് ഞാൻ അതുകൊണ്ടാണ് മന്തി ഒന്നും കഴിക്കരുത് പറഞ്ഞത്, കിടന്ന് ഉറങ്ങിപ്പോകും.
3 to 6 എക്സാം നടക്കുന്ന സമയം അത് നമുക്കൊരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ കൊളാവും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യരുത്, ഇപ്പൊ തൽക്കാലം നമ്മൾ ഫങ്ഷൻസിനൊന്നും പോവാതിരിക്കുക. എന്തിനാ ഫങ്ഷൻസ് പോകണ്ടെന്ന് പറഞ്ഞേ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വല്ല പകർച്ചവ്യാധിയോ വല്ലതും പിന്നെ കിട്ടിക്കഴിഞ്ഞാലോ നമുക്കത് റിസ്ക് ആണേ. വല്ല പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പനി ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ആ ഒരു ദിവസം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, നമ്മുടെ ബോഡി ടയേർഡ് ആവുമല്ലോ. പിന്നെ അതേപോലെ തന്നെ എക്സാമിൻ്റെ തലയെങ്ങനെ പനിച്ചാലോ റിസ്ക് എടുക്കണ്ട. അപ്പം അതുകൊണ്ട് തൽക്കാലം ആൾക്കാർ കൂടുന്നിടത്ത് നമ്മൾ എന്താക്കുക, പോവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ തണുത്താൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും, വല്ല വകയിലെ അമ്മാവനോ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം എന്താ നീ പഠിക്കുന്നത്? എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. എന്താ ജയ് നീയാ? അങ്ങനെ ചോദ്യം മതി, ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരാൾ ചോദിക്കുകയാണ് നീ ഇന്ന ടോപ്പിക്കെല്ലാം പഠിച്ചാ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ജയിക്കാൻ കാര്യമുണ്ടോ എന്നല്ല, അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യം വന്നാൽ ചിലപ്പോൾ നമ്മൾ എന്താ തളർന്നു പോകും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് അങ്ങനത്തെ ഒരു റിസ്ക്കും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, എടുക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് പിന്നീട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പങ്കെടുക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, വൈകുന്നേരം നിങ്ങൾ കളിക്കുന്ന ശീലങ്ങളൊക്കെ ആൾക്കാരുണ്ട്, ഫുട്ബോളൊക്കെ. ഓക്കെ, ഇപ്പം തൽക്കാലം ഇന്ന് പോവാതിരിക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയും, വല്ല കളിച്ച് വീട് കയ്യോ കാലോ എന്തെങ്കിലും പറ്റി പോയാലോ. എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഈ സാറ് അതിന് ഫുൾ ദുരന്തം പറയുന്നത് വിചാരിക്കരുത്. നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം അതൊക്കെ നമുക്കത് കഴിഞ്ഞിട്ടാവാം അല്ല. പിന്നെ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കളിക്കാൻ പോയിക്കോ. എനിക്ക് പിന്നെ വീണാണ്ട് അപ്പം വീണോ, എനിക്ക് കൈവോട്ടുണ്ടാകൊണ്ട് അപ്പം കൈ പിടിച്ചോ, കുഴപ്പമില്ല, കുറച്ച് കിടന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് എന്താക്കണ്ട, ആ ഒരു റിസ്ക് എടുക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യാം മക്കളെ, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി. ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിലോ നാട്ടിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. തൽക്കാലം ഇപ്പം അതേ പറ്റുള്ളൂ. തൽക്കാലം നമ്മൾ എന്താ ഒരു പ്രശ്നത്തിന് പെടാതെ സ്വാർത്ഥരായിരിക്കുക ഈ സമയത്ത് കേട്ടോ. പിന്നെ മോക്ക് ടെസ്റ്റ് പരമാവധി എഴുതണേ. ഈ മോക്ക് ടെസ്റ്റിന് മാർക്ക് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കും വേണ്ട. ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ സ്ട്രാറ്റജി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് എങ്ങനെയാണ് ഓരോ വിഷയത്തിനും ടൈം ബാലൻസ് ചെയ്യേണ്ടത് അല്ല എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോക്ക് ടെസ്റ്റിന് നമ്മളെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ടൈം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമ്മൾ എന്താക്കണം, ബാക്കി വെക്കണം. അതായത് നമ്മൾ 3 ആയിട്ടല്ല ടൈമിനെ ഡിവൈഡ് ചെയ്യണം, നമ്മൾ 4 ആയിട്ടാണ് ടൈമിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഫിസിക്സിന് കെമിസ്ട്രിക്ക് മാത്സിന് ഓക്കെ അല്ലേ, ടൈം കഴിഞ്ഞാൽ ബാക്കി കുറച്ച് സമയം നമ്മൾ എന്ത് വേണം, നമ്മൾ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് വരാനുള്ള സംഗതികൾ നോക്കാൻ. അഥവാ നമ്മൾ കുറേ മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്, ആ മാർക്ക് ഫോർ റിവ്യൂ ഒന്ന് പോയി റിവ്യൂ ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ അവിടെ വെക്കണം. പക്ഷെ അത് മോക്ക് ടെസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യണം, ശീലിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയായിട്ട് എന്താക്കാൻ വേണ്ടി പറ്റൂല, എക്സാമിനേഷനുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂല. കാരണം ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ നോട്ടത്തിൽ കിട്ടാത്ത സാധനം ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ അവസാനം നോക്കി കിട്ടുമെന്നേ. കാരണം നമ്മൾ എക്സാം തുടങ്ങുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എക്സാം അവസാനം നമ്മുടെ ബ്രെയിൻ ഇവിടെ എത്തും, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കിട്ടാത്ത സാധനങ്ങൾ എന്താവും, കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പിന്നെ പാലിക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ റൗണ്ട് പോകുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി ശീലിക്കുക. ഓക്കെ, ഈ ലെങ്തിയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ അവസാനിക്കുന്ന നമുക്ക് അത്ര സമയം നമ്മൾ എടുക്കില്ല. ചിലപ്പോൾ 3 മിനിറ്റോ 2.5 മിനിറ്റോ നമ്മൾ എന്താക്കും, തീർക്കും. കാരണം നമ്മൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടാവും. അതേ സ്ട്രാറ്റജി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും എന്താക്കണം, എഴുതണം. അതിന് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ മാർക്ക് കുറഞ്ഞാൽ ഏത് സെക്ഷനാണ് നമുക്ക് പ്രശ്നം പറ്റിയത് ആ സെക്ഷൻ എന്താക്കാൻ ഒന്നുകൂടി ക്ലിയർ ആയി. അപ്പോൾ ഇന്നലെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു, LMRP മൊഡ്യൂൾ ടെസ്റ്റ് 8ഓ 9ഓ ഏതോ എഴുതിയിട്ട് അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എനിക്ക് അറിയാമായിരുന്നു സാർ, എനിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോനെ, ഇപ്പോൾ എക്സാം അല്ലാതെ കണ്ട് നീ എന്താക്കുക, ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാം. അപ്പോൾ ആ സമയത്തുള്ള സ്ട്രാറ്റജീൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റീൻ്റെ പ്രശ്നമായിരിക്കും, അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ മോനത് ചെയ്ത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരണത്ര കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എനിവേ റെഡി. അപ്പോൾ എനിവേ നമ്മളങ്ങനെ സ്ട്രാറ്റജികൾ എന്താക്കുക, ഡെവലപ്പ് ചെയ്യുക. നമുക്ക് ഉഷാറായിട്ട് നമ്മുടെ മാർക്ക് കുറഞ്ഞാലും പഠിക്കേണ്ട, ചിലപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും. ആ പ്രശ്നം എന്താക്കുക, പരിഹരിക്കുക. എന്നിട്ട് അത് നമ്മുടെ ആക്ച്വൽ ജയിക്ക് വരാതെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല ഉഷാറായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത ഈ ഫേസിൽ തന്നെ നമുക്ക് എന്താക്കും, കിട്ടും. ഈ ഫേസിൽ നമ്മൾ ഉഷാറായി നല്ല പെർസെൻറ്റേജ് സേഫ് പെർസെൻറ്റേജ് വാങ്ങിക്കാൻ നമുക്ക് കംപ്ലീറ്റ്ലി എന്താക്കാം, അഡ്വാൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റാക്കാം കേട്ടോ. പിന്നെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ദിസ് ഇസ് നോട്ട് ദ ലാസ്റ്റ് ചാൻസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ബെസ്റ്റ് ചാൻസ്. ഓക്കെ.